മിനോക്സിഡിൽ എന്ന സൊല്യൂഷനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. യൂഷ്വലി നമ്മൾ ഹെയർ ലോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കഷണ്ടിയുടെ തുടക്ക സമയത്ത് നമ്മൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടോപ്പിക്കൽ സൊല്യൂഷനാണ് മിനോക്സിഡിൽ എന്ന് പറയുന്നത്. യൂഷ്വലി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺസേൺ ആണ് നമ്മൾ മിനോക്സിഡിൽ യൂസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഹെയർ ലോസ് കൂടുതലായിട്ട് തോന്നാറുണ്ട്. സാധാരണയിൽ കൂടുതലായിട്ട് ഹെയർ പൊഴിഞ്ഞു പോകുന്നത് പോലെ തോന്നാറുണ്ട്. അത് കാരണം തന്നെ പലരും തുടക്കത്തിൽ തന്നെ ഒരു 2-3 മാസം യൂസ് ചെയ്തിട്ട് മിനോക്സിഡിൽ സ്റ്റോപ്പ് ചെയ്യും. ഇത് ആക്ച്വലി ഈ ഹെയർ ലോസ് നോർമൽ ആണോ അതല്ലെങ്കിൽ ഒരു ടെമ്പററി ഫിനോമിനൻ ആണോ? ആക്ച്വലി അത് അറിയണമെങ്കിൽ നമുക്ക് മിനോക്സിഡിൽ എന്താണ് നമ്മുടെ ഹെയറിൽ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയണം. അതായത് മിനോക്സിഡിന്റെ മെക്കാനിസം നമുക്ക് അറിയണം. യൂഷ്വലി മിനോക്സിഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ നോർമലി ഹെയർ മെയിൻലി ഒരു 2 ഫേസിലായിരിക്കും ഉണ്ടാവും. അതായത് നമ്മൾ പൊഴിയാൻ സാധ്യതയുള്ള ഫേസിലുള്ള കുറച്ച് ഹെയർ ഉണ്ടാവും, അതുപോലെ അധികം ഹെയറും വളരുന്ന ഫേസിലുള്ളതായിരിക്കും. മിനോക്സിഡിൽ ചെയ്യുന്നത് ഈ പൊഴിയാൻ സാധ്യതയുള്ള ഫേസിലുള്ള ഹെയറിന് അത് ഫാസ്റ്ററായിട്ട് അത് പൊഴിച്ച് കളയും. അതായത് ടിലോജൻ ഫേസ് എന്നാണ് പറയുന്നത്. ആ ഹെയർ പൊഴിഞ്ഞു കഴിഞ്ഞിട്ട് അതേ ഹെയർ ഫോളിൽ നിന്ന് തന്നെ അത് വളരുന്ന ഫേസിലുള്ള ഹെയർ ആയിരിക്കും വരുന്നത്. അതിന്റെ പ്രത്യേകത അത് കൂടുതൽ കാലം വളരും. അതായത് പ്രൊലോങ്ഡ് ആയിട്ട് അത് വളർന്നുകൊണ്ടേയിരിക്കും, പെട്ടെന്ന് പൊഴിഞ്ഞു പോകില്ല. സോ ആ ഒരു ഇനിഷ്യൽ ഒരു ട്രാൻസിഷൻ ഫേസ് ഉണ്ടാവും. ആ ഫേസിലാണ് ഹെയർ ലോസ് ഉണ്ടാവുക. പക്ഷെ അത് ടെമ്പററി ആണ്. യൂഷ്വലി നമുക്ക് മിനോക്സിഡിന്റെ ഒരു ആക്ച്വൽ റിസൾട്ട് കണ്ടു തുടങ്ങാൻ മേ ബി 3 to 6 months എടുക്കും. ആ ഒരു പീരീഡിൽ കുറച്ചൊരു ഹെയർ ലോസും കാര്യങ്ങളും ഉണ്ടാവും. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഹെയർ കൂടുതലായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇനിഷ്യൽ സ്റ്റേജിലുള്ള ഒരു ഹെയർ ലോസ് കണ്ടിട്ട് നിങ്ങൾ മിനോക്സിഡിൽ നിർത്തരുത്. അത് കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ യഥാർത്ഥ ബെനിഫിറ്റ് കാണാം.